നേരം കാണാൻ. ഇനി കരയില്ല, പട്ടിണി കിടക്കില്ല എന്നൊക്കെ ഇവള് തന്നെ തീരുമാനം എടുക്കണം. നമുക്ക് പറയാനല്ലേ കഴിയൂ. സൗസു, ഇവളുടെ ടിഫിൻ ബോക്സ് ഇവളുടെ സഞ്ചിയിലുണ്ടാവും. നീ പോയി അതിങ്ങ് എടുത്തിട്ട് വാ. ഇവളെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിച്ചേ പറ്റൂ. വേണ്ട, ഇനി കഴിക്കാനിരുന്ന വൈകും. കരുണാകരൻ സർ വഴക്കു പറയും. അയാൾ വഴക്ക് പറയുമ്പോ മിണ്ടാതിരുന്ന് കേട്ടാ മതി. ആദ്യം ആരോഗ്യം, പിന്നെ ജോലി. പോയി എടുത്തിട്ട് വാ സൗസു. വേണ്ട, എനിക്കിപ്പോ ഒന്നും വേണ്ട. പാറു സൂക്ഷിച്ച്. ഇങ്ങനെ പോയാൽ അവൾ ഇനിയും വീഴും. അവൾ സൈക്കിളിലാ ജോലിക്ക് വന്നത്. തിരിച്ചു പോകുന്ന വഴിക്ക് റോഡിലെവിടെയെങ്കിലും വീണുപോയാ നമ്മൾ എന്താ ചെയ്യുക? അവളുടെ ഈ മൂഡ് മാറണമെങ്കിൽ പ്രിയനെ നേരിട്ട് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? മുറിവ് ഡ്രസ് ചെയ്യാൻ പ്രിയചേട്ടൻ ഹോസ്പിറ്റലിൽ പോയില്ലേ? ആ സമയത്ത് അവിടെ പോയാ മതി. പ്രിയചേട്ടനെ കാണാൻ കഴിയും. പാറുനെ തനിച്ചാക്കരുത്. നമ്മൾ ആരെങ്കിലും കൂടെ പോണം. പ്രിയൻ ഡ്രസ് ചെയ്യാൻ പോകുമ്പോ ആന്റിയും കൂടെ പോവും. പാറുവിനെ ആന്റി കണ്ട ഫോണിലൂടെ കേട്ടതിന്റെ ഇരട്ടിയായിരിക്കും പാറു കേൾക്കേണ്ടി വരിക. അതിനൊരു വഴിയുണ്ട്. മോഹൻ ചേട്ടൻ പ്രിയചേട്ടന്റെ വീട്ടിൽ പോണം. പ്രിയചേട്ടനെ മോഹൻ ചേട്ടൻ ആശുപത്രി കൊണ്ടുപോയിക്കൊള്ളാന്ന് പറയണം. മോഹൻ ചേട്ടൻ ഉണ്ടെങ്കിൽ ആന്റി കൂടെ വരില്ല. ആന്റി കൂടെ വരുമെന്ന് പറയുകയാണെങ്കിൽ മോഹൻ ചേട്ടൻ എങ്ങനെയെങ്കിലും ആന്റിയെ പിന്തിരിപ്പിക്കണം. നിങ്ങൾ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പാറുവിനെയും കൂട്ടി ഞാനും ചിന്തയേച്ചും അവിടെ എത്താം. ഇത് നല്ലൊരു ഐഡിയ. ഞാൻ പ്രിയനെ വിളിച്ചിട്ട് റെഡിയായി നിൽക്കാൻ പറയാം. ഓ, ഒന്ന് ഫോൺ ചെയ്യണമെങ്കിൽ കരുനാഗത്തിന്റെ മുമ്പിൽ തൊഴുതു നിൽക്കണമല്ലോ. ഈ ഒരു ഗതികേട് ഈ കമ്പനിയിൽ മാത്രമേ ഉള്ളൂ. ജയന്തി ചേച്ചി, ഞാനൊരു സംശയം ചോദിച്ചാ ജയന്തി ചേച്ചി എന്നെ വഴക്ക് പറയൊന്നും ചെയ്യരുത്. ഇല്ല. എന്താ? പാറുവിനേക്കാളും നമുക്കാ പ്രിയചേട്ടനോട് അടുപ്പം. പ്രിയചേട്ടന് ആരൊക്കെയോ ചേർന്ന് തല്ലിയെന്നറിഞ്ഞപ്പോ എനിക്ക് കരച്ചിലും വന്നതാ. പക്ഷേ പ്രിയചേട്ടന് വലിയ പ്രശ്നമൊന്നുമില്ലെന്നറിഞ്ഞപ്പോ എനിക്ക് സമാധാനായി. പക്ഷെ പാറു ഇപ്പോഴും കരച്ചില് തന്നെയാ. എന്താ നിന്റെ